ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉടനെ പിടിക്കേണ്ട. പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ചകൾ എന്ന് വെച്ചാൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അവസാനിക്കും. അത് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. 9-ാം തീയതി ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, 11-ാം തീയതി 2-ാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇത് രണ്ടും കഴിയുന്നത് വരെ ഇവിടെ ഒരു കാര്യവും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നു, ഞങ്ങളിതിൻ്റെ അവസാന നിമിഷം വരെയും ഞങ്ങൾ ഉയർത്തിയ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഞങ്ങൾ നിരന്തരമായി ജനങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കും, പറയും. ജനങ്ങൾ അതിനെതിരെ ശബ്ദമുയർത്തുക മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ അതിന് വിധിയെഴുത്തുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ നേരെ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മതി. എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യമാണ്? എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഏതായാലും ഞാൻ ഭീഷണിപ്പെടുത്താൻ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്ന് തന്നെ ധൈര്യമായിട്ട് പറയാം. അതൊക്കെ നിങ്ങൾ പോയി അന്വേഷിക്കണം, അതാണ് നിങ്ങളുടെ കടമ. അതെ, പിന്നെ സൈബർ ആക്രമണം ഇപ്പോൾ തുടങ്ങിയതല്ലല്ലോ, ഇത് കുറേ നാളായിട്ട് തുടങ്ങിയതല്ലേ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ സൈബർ ആക്രമണം കൊണ്ടുവരികയും ആ പറയുന്ന ആളുകളെ മോശക്കാരാക്കുവാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്യുന്നത് ഒരു സ്ഥിര സംവിധാനമാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്നു എന്ന് മാത്രമേ എൻ്റെ അഭിപ്രായത്തിലുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് ശക്തമാണ്. മലബാർ മേഖലകളിലേക്ക് പോയി അങ്ങനെ ഒരു പ്രസ്താവന കോൺഗ്രസിനെതിരെ കുറച്ചുകൂടി കടുപ്പിച്ച് ഉന്നയിച്ചിരിക്കുകയാണ്. ആരാ? മുഖ്യമന്ത്രിയാണോ? മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, വേറൊരാളൂടെ കടുപ്പിച്ചു. അത് നിങ്ങൾ കേട്ടായിരുന്നു. ആരാ? നമ്മുടെ ഗോവിന്ദൻ, മറ്റേ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹം ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു. അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് എല്ലാം ആകാം, എന്തുമാകാം, അതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ വേറെ ഒരാൾക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുന്നത് എങ്ങനെ തടയാൻ കഴിയും എന്നതിനെക്കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി പറയുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പം സംസ്ഥാന സെക്രട്ടറിയും ഇതേ കാര്യങ്ങൾ തന്നെ ഉന്നയിച്ചാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ട് എന്ന് പറയുന്നതിനെ ന്യായീകരിക്കുകയാണ്. അങ്ങനെയാണോ? ജമാഅത്ത് അല്ല, ആരുടെ വോട്ട് കിട്ടിയാലും ഞങ്ങളത് സ്വീകരിക്കും. ഇപ്പം ഇന്ന ആൾ വോട്ട് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ, അത് പരിശോധിക്കാറില്ല. അങ്ങനെ പരിശോധിക്കാറില്ല ഞങ്ങൾ. അത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ആര് വോട്ട് ചെയ്താലും ഞങ്ങളത് 100% സ്വീകരിക്കും എന്ന് മാത്രമാണ്. അത് ഞങ്ങൾ ആരുടെ വോട്ടാണ് കിട്ടാൻ പോകുന്നത്, ആരാണ് തരുന്നത് എന്നതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് നോക്കാറില്ല. വോട്ട് വേണ്ടെന്ന് പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ. ഇനി അതിൽ കൂടുതൽ എന്താ